അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ സ്റ്റിയറിങ് അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. ഹലോ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നപ്പോൾ പുതുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമായ ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾ ഇന്നൊരു സ്റ്റിയറിംഗ് വീൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇന്ന് കാണിച്ചതാണ്. നമ്മുടെ മൊബൈലിൽ ഗെയിം കളിക്കുന്നവർക്കൊക്കെ റേസിംഗ് ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് സ്റ്റിയറിംഗ് വെച്ച് കളിച്ചാൽ അടിപൊളി ഫീൽ കിട്ടും. അപ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് സ്റ്റിയറിംഗിൽ ഗെയിം കളിക്കുന്ന ഒരു ഫീൽ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി സ്റ്റിയറിംഗ് വീലാണ് നമ്മളിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ഗെയിം കളിച്ച് കാണിച്ചത്, അതിന് ശേഷം ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചത്. അതിന് മുന്നിൽ നിങ്ങൾക്ക് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അതായത് ഇങ്ങനെ സ്റ്റിയറിംഗ് വീൽ വെച്ച് എങ്ങനെയാണ് കളിക്കുക, അതായത് ആക്സിലേറ്റർ നമ്മൾ തന്നെ ചവിട്ടേണ്ടത് ഇതുണ്ടാവും. ആക്സിലേറ്റർ നമ്മൾ ചവിട്ടാണ്ട് ഓടുന്ന കുറേ ഗെയിംസ് ഉണ്ട്. അതായത് ഓട്ടോ ആക്സിലേഷനുള്ള കുറച്ച് ഗെയിംസ് ഉണ്ട്. അപ്പോൾ അതിൽ 2 ഗെയിംസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഗെയിം പ്ലേ കാണിച്ചത് എൻ്റെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ കാർഡ്ബോർഡും അതേപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള കുറച്ച് തെർമാക്കോളൊക്കെ എടുത്തിട്ടു. ഞാൻ നോക്കിയപ്പോൾ നമുക്ക് തെർമാക്കോളിൻ്റെ അടിപൊളി പീസ് കിട്ടി. അതായത് നമുക്ക് ശരിക്കും ഏകദേശം നമ്മുടെ സ്പോർട്സ് കാറിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒക്കെ ഒരു ലുക്കുള്ളൊരു പീസ് കിട്ടി. അപ്പോൾ അത് ഞാൻ കാണിച്ചു. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറേ തെർമാക്കോളും വീട്ടിലുള്ള കുറച്ച് കാർഡ്ബോർഡും സംഭവങ്ങളൊക്കെ എടുത്തിട്ടു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ഒരു പീസ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ നമ്മൾ പിന്നെ തോൽപ്പിച്ചു. ഇത് വെച്ച് തന്നെ ചെയ്യാമെന്ന് വെച്ചു. കാരണം നമ്മൾ പിന്നെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഏകദേശം ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പോർട്സ് കാറിൻ്റെ സ്റ്റിയറിംഗ് വീല് പോലെ തോന്നുന്നുണ്ട് ഇല്ലേ? സ്റ്റിയറിംഗ് വീല് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ 2 സൈഡ് ഭാഗം കട്ട് ചെയ്താൽ ഏകദേശം സെറ്റപ്പ് ആകും. പിന്നെ നമുക്ക് നടുക്ക് മൊബൈൽ വയ്ക്കാനുള്ള സെറ്റപ്പ് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഇല്ലെങ്കിൽ ഇത് എന്തോ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. ഇത് വാഷിംഗ് മെഷീൻ അങ്ങനെ എന്തോ വാങ്ങിച്ചപ്പോൾ കിട്ടിയ പീസാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡും കൂടി കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഈ ഒരു രീതിയിലാക്കി ബാക്ക് സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു രീതിയിൽ പിടിക്കാൻ പറ്റും കയ്യിൽ. അപ്പോൾ ഇത്ര കട്ടിയാക്കിയിട്ട് നമ്മൾ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ടേബിൾ മേലങ്ങ് ഇതുമ്പോൾ കണക്ട് ചെയ്ത് വെക്കേണ്ട ഇങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ വന്നു കഴിഞ്ഞാൽ മൊബൈൽ വയ്ക്കുന്ന സെറ്റപ്പ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് ആണികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിപ്പമുള്ളൊരു ഈ ഒരു വലിപ്പത്തിലുള്ള ആണികൾ എടുക്കാം. അപ്പോൾ നമ്മുടെ മൊബൈലിൽ കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് അമർത്തിയാൽ മതി. താമരക്കോളായതുകൊണ്ട് നമുക്ക് ഈസിയാണ്. അപ്പോൾ ഈ രീതിയിൽ സെറ്റായിട്ടിരിക്കും. അതിനുശേഷം നമ്മുടെ മൊബൈൽ ഇതുമ്പോൾ വെച്ച് നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ അളവിനനുസരിച്ച് ആണികൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോണൊന്ന് വെച്ച് അളവ് നോക്കി. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായിട്ട് വരും. അതിനുശേഷം ഇവിടെയും വരും. ഇതിൻ്റെ നടുവിലായിട്ട് പിന്നെ ഇവിടെയും നമുക്ക് ഫോൺ വെച്ചതിന് ശേഷം വയ്ക്കുക. ഇവിടെ കുറച്ച് ടൈറ്റായിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് എൻ്റെ പഴയ ഫോണാണ്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഇത് കറക്റ്റാവില്ല. കാരണം ഇത് കുറച്ച് സ്ക്രീൻ സൈസ് കുറവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലാണ് ഗെയിം കളിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ അളവിലാണ് ഇപ്പോൾ ആണികൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഇതേപോലെ ഒരു ആണി സെറ്റ് ചെയ്ത് വയ്ക്കുക. അടുപ്പിച്ച് വയ്ക്കുക പോകാണ്ടിരിക്കാൻ. അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് ഫോൺ ഏകദേശം ഇതുമ്പോൾ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനിയുള്ളത് നമുക്കിത് ടേബിളിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പെയിൻറ്റ് അടിക്കാം. അതായത് ബ്ലാക്ക് കളറൊക്കെ അടിക്കുകയാണെങ്കിൽ അത്യാവശ്യം ലുക്കാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് ടേബിളിൽ സെറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിനി അത് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു വലിയൊരു താമരക്കോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ താമരക്കോളിൽ ഞങ്ങൾ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് ബോക്സ് ആയാലും മതി. അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് കണക്ട് ചെയ്യാൻ പോകണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതൊരു സ്ക്രൂ ഡ്രൈവറിൻ്റെ കേടായ അതിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഊരിയെടുത്താണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള ഈ ഇമ്പിൻ്റെ കഷ്ണം അങ്ങനെ എന്തെങ്കിലും എടുക്കുക. അതിനുശേഷം താമരക്കോളിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു രീതിയിൽ അത്യാവശ്യം ഇങ്ങനെ കയറ്റി വയ്ക്കുക. പുറത്തേക്കൊന്നും വരാത്ത രീതിയിൽ മേത്തൊന്നും തട്ടാത്ത രീതിയിൽ സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കയറ്റി വയ്ക്കുക. അതിനുശേഷം ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് നമ്മുടെ സ്റ്റിയറിങ് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ബാക്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഹോൾ പോലെ ഇതിങ്ങനെ കണക്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഹോള് ഇതിലേക്ക് കൃത്യം ഇങ്ങനെ ഇറക്കി വയ്ക്കുക. അപ്പോൾ ഈ ഹോളിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൃത്യം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റാക്കി വയ്ക്കുക. കാരണം നമ്മളിവിടെ ഫോൺ വയ്ക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഫോൺ താഴ്ത്തു വേണ്ടിയിരിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിയിൽ വയ്ക്കുക. പിന്നെ വെറുതെ റിസ്ക് എടുക്കേണ്ടാത്ത രീതിയിൽ താഴ്ത്തുമെല്ലാം വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഫോൺ ഞാൻ അബദ്ധവശാൽ വീഴാണെങ്കിൽ ഒന്നും പറ്റാണ്ടിരിക്കാൻ. അപ്പോൾ എന്താ ഈ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അമർത്തി വയ്ക്കണം. നല്ല സെറ്റാക്കി വയ്ക്കണം. വീഴാത്ത രീതിയിൽ വയ്ക്കണം. അതേപോലെ തന്നെ ഈ ഒരു ആണിയും ഇവിടെ നമ്മളൊരു ആണി വയ്ക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ ടൈറ്റാക്കി വയ്ക്കണം. നമ്മുടെ ഫോൺ തീരെ അനങ്ങാത്ത രീതിയിൽ, അതായത് പുറത്തേക്ക് വീഴാൻ സാധ്യതയില്ലാത്ത രീതിയിൽ വെക്കണം. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ഗെയിം കളിച്ച് നോക്കാൻ പോവാണ്. അതേപോലെ തന്നെ ഞാൻ ഇതിൽ കളിക്കാൻ പറ്റിയ കുറച്ച് ഗെയിംസ്, അതായത് 1-2 ഗെയിംസ് എനിക്കറിയാം.
അതായത് ഓട്ടോ ആക്സിലേഷനുള്ള 1-2 ഗെയിംസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഇതേ മൊബൈലിൽ ഗെയിം കളിക്കാനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമ്മുടെ മൊബൈലിൽ ഗെയിം കളിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കളിക്കുന്ന മുന്നേ നിങ്ങൾക്ക് അടുത്തൊന്ന് ഞാൻ ജസ്റ്റ് ആ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്ത സെറ്റപ്പ്, ഈ ഒരു സ്റ്റിയറിംഗ് വീല്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു മൊബൈൽ വെച്ച് എൻ്റെ മൊബൈലിൽ വെച്ചിട്ട് ഞാൻ ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളതിൽ ഗെയിം കളിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ മൊബൈൽ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മൊബൈലിലാണ് നമ്മളിന്ന് ഗെയിം കളിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് മൊബൈൽ വെക്കണം. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സിലേഷനുള്ള ഗെയിംസാണ്. സ്റ്റോക്ക് കാർഡ്സ്, അപ്പോൾ നമ്മുടെ പേര് കൊടുക്കാം. സ്റ്റോക്ക് കാർഡ്സാണ് ഒന്നാമത്തെ. ഞാൻ തന്നെ റിയൽ റേസിംഗ് 3 എന്ന് പറഞ്ഞ ഗെയിം. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ്, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. റിയൽ റേസിംഗ് 3. അപ്പോൾ ഈ 2 ഗെയിംസ് നമുക്ക് ഫ്രീ ആയിട്ട് ആക്സിലേഷനുള്ള ഗെയിംസാണ്. അപ്പോൾ അതിൽ നമുക്ക് കളിക്കാം. പിന്നെ ഇതിൽ കുഴപ്പം വരുന്നത് നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോഴാണ് കുഴപ്പം വരാം. ബ്രേക്കിന് ആവശ്യമില്ലാതെ നമ്മൾ ജസ്റ്റ് വെറുതെ റേസ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പ് അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗെയിം ഓപ്പൺ ചെയ്തതിന് ശേഷം മൊബൈൽ അവിടെ വയ്ക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ മൊബൈൽ ഇവിടെ വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ വന്നാൽ മുകളിലത്തെ ആ ആണി നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വയ്ക്കുകയാണ്. അത് അത്യാവശ്യം ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മുകളിലത്തെ അണികളും അതുപോലെ തന്നെ സൈഡിലത്തെ 4 അണികളും കുറച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഫോൺ വെച്ചതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായി കിട്ടും. അതുപോലെ നമ്മൾ റിയൽ റേസിംഗ് 3 ആണ് ഇപ്പോൾ ഗെയിം കളിക്കാൻ പോകുന്നത്. ഗെയിം സ്റ്റാർട്ടായി. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ കിട്ടും. നമുക്ക് ഈ രീതിയിൽ ഒറ്റയ്ക്ക് ചെയ്യാതെ കുറിച്ച് ഓടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ ഉണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഞാൻ വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.